കഴിഞ്ഞ 10 വർഷം LDF ഭരണകാലത്ത് കേരളത്തിൽ സുപ്രധാനമായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക ക്ഷേമം എന്നീ മേഖലകളിൽ ഈ കാലയളവിൽ ഉണ്ടായ പ്രധാന വികസന നേട്ടങ്ങൾ: പൊതുവിദ്യാഭ്യാസ സംരക്ഷണം. സർക്കാർ സ്കൂളുകളിൽ 45,000 ഹൈടെക് ക്ലാസ് മുറികൾ സ്ഥാപിക്കുകയും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നവീകരണത്തിനായി 2,000 കോടിയിലധികം രൂപ ചെലവഴിക്കുകയും ചെയ്തു. കഴിഞ്ഞ 25 വർഷത്തിനിടെ ഏറ്റവും വലിയ വർധനവാണ് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയത്. ആരോഗ്യമേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം 665 കോടി രൂപയിൽ നിന്ന് 3,000 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വഴി ആരോഗ്യമേഖലയിൽ മാത്രം 10,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കി. സാമൂഹിക ക്ഷേമം. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മുൻ സർക്കാരിന്റെ കാലത്തേക്കാൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. കൂടാതെ വിവിധ വിഭാഗങ്ങൾക്കായി 1,00,000-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങൾ. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കി. കൂടാതെ തീരദേശ ഹൈവേ, മലയോര ഹൈവേ തുടങ്ങിയ വൻകിട റോഡ് വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. തദ്ദേശ സ്വയംഭരണം. 2024-25 കാലയളവിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ കാർഷിക പദ്ധതി വിഹിതം 110% ഉയർത്തി. ക്രമസമാധാനം. കഴിഞ്ഞ 9 വർഷമായി വർഗീയ കലാപങ്ങളില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ നിലനിർത്താൻ സാധിച്ചു. പോലീസ് സേനയുടെ ആധുനികവൽക്കരണത്തിന് 30 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. പരിസ്ഥിതി. ആദ്യ 1000 ദിവസത്തിനുള്ളിൽ തന്നെ 17,182 കിലോമീറ്റർ പുഴകളും തോടുകളും പുനരുജ്ജീവിപ്പിച്ചു. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മുന്നേറ്റം നടത്തിയ കാലയളവാണ് LDF സർക്കാർ ഈ 10 വർഷത്തെ അവതരിപ്പിക്കുന്നത്. ഇതിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ തുടർച്ച കേരള ചരിത്രത്തിലെ വലിയൊരു രാഷ്ട്രീയ മാറ്റമായിരുന്നു. കേരളത്തിൽ ഭവനരഹിതർക്കായി സർക്കാർ ആവിഷ്കരിച്ച പ്രധാന പദ്ധതിയാണ് ലൈഫ് മിഷൻ. ഇതിലൂടെ പൊതുവിഭാഗത്തിന് 4 ലക്ഷവും പട്ടികവർഗ കുടുംബങ്ങൾക്ക് 6 ലക്ഷവും വീട് നിർമ്മാണത്തിന് സഹായമായി ലഭിക്കുന്നു. കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജന, ഗൃഹശ്രീ 2025 തുടങ്ങിയ പദ്ധതികളും നിലവിലുണ്ട്. കേരളത്തിലെ പ്രധാന ഭവന നിർമ്മാണ പദ്ധതികൾ: ലൈഫ് മിഷൻ ഭൂരഹിതർക്ക് ഫ്ളാറ്റുകളും സ്വന്തമായി സ്ഥലമുള്ളവർക്ക് വീടും നിർമ്മിച്ചു നൽകുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ മേഖലയിലെ നിർധനർക്ക് വീട് നിർമ്മിക്കാൻ 1.20 ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നു. സുരക്ഷാ ഭവന പദ്ധതി 2 സെന്റ് ഭൂമിയുള്ള വരുമാനം കുറഞ്ഞവർക്ക് 25,000 രൂപ വരെ സബ്സിഡി ലഭിക്കുന്ന പദ്ധതി. ഗൃഹശ്രീ 2025 സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ 3 ലക്ഷം വരെ സബ്സിഡി ലഭിക്കുന്ന ഭവന പദ്ധതി. എന്താണ് കിഫ്ബി പദ്ധതി നമുക്ക് മനസ്സിലാക്കാം. കിഫ്ബിയോട് എതിർപ്പില്ലെന്നും ഹരിപ്പാട് ഉൾപ്പെടെ എല്ലാ മണ്ഡലത്തിലും കിഫ്ബി വഴി വികസനം എത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പേരാവൂരിലെ റോഡുകൾ മികച്ചതായി മാറിയെന്നും അതുകൊണ്ട് മണ്ഡലത്തിൽ എളുപ്പത്തിൽ എത്താൻ കഴിയുന്നുണ്ടെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ കിഫ്ബി പിരിച്ചുവിടുമെന്ന് അന്നത്തെ UDF കൺവീനർ MM ഹസൻ അടക്കം പറഞ്ഞെടുത്തു നിന്നാണ് ഈ മാറ്റം. ഇവരുൾപ്പെടെ ഇന്ന് മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികൾ എടുത്തുപറയുന്നു. ഓരോ മണ്ഡലങ്ങളിലും 1,500 മുതൽ 2,500 കോടി വരെയുള്ള കിഫ്ബി പദ്ധതികളാണ് യാഥാർത്ഥ്യമായത്. തള്ളിപ്പറയുകയും നിരന്തരം എതിർക്കുകയും ചെയ്ത UDF MLA-മാർക്ക് പോലും ഈ പദ്ധതികളെ ഉയർത്തിക്കാട്ടേണ്ടി വന്നതു തന്നെ കേരളത്തിന്റെ വികസന മെഷീനായി കിഫ്ബി വളർന്നതിന്റെ സാക്ഷ്യമാണ്. കിഫ്ബി എന്തു മാറ്റം വരുത്തിയെന്നതിന്റെ തെളിവ് ജനങ്ങളുടെ കൺമുന്നിലുണ്ട്. ദേശീയപാത അടക്കമുള്ള റോഡുകൾ, പാലങ്ങൾ, ആശുപത്രി, സ്കൂൾ കെട്ടിടങ്ങൾ, മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ, K-ഫോൺ തുടങ്ങിയ വൻകിട പദ്ധതികളെല്ലാം സാധ്യമാക്കിയത് കിഫ്ബിയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 99,744.27 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. 76,554.53 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികളും 23,189.74 കോടി രൂപയുടെ ഭൂമി ഏറ്റെടുക്കൽ പദ്ധതികളും ഇതിൽ ഉൾപ്പെടും. 38,621 കോടി രൂപ ഇതിനകം ചെലവിട്ടു. പൊതുമരാമത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, വ്യവസായം, ഗതാഗതം തുടങ്ങി എല്ലാ മേഖലകളിലും കയ്യൊപ്പ് ചാർത്താൻ കിഫ്ബിക്കായി. 25-30 വർഷം കാത്തുനിൽക്കാതെ അത്യന്താപേക്ഷിതമായ പശ്ചാത്തല സൗകര്യം ഉടൻ സൃഷ്ടിക്കുക എന്ന തത്വമാണ് കിഫ്ബിയിലൂടെ വിഭാവനം ചെയ്ത് നടപ്പാക്കിയത്. കേരളത്തിൽ ദേശീയപാത വികസനം സാധ്യമാക്കിയത് കിഫ്ബിയാണ്. സ്ഥലമേറ്റെടുപ്പ് തുകയുടെ 25% കേരളം ചെലവഴിച്ചത്. 5,581 കോടി രൂപ മറ്റൊരു സംസ്ഥാനത്തിനും ദേശീയപാതയ്ക്കായി ചെലവഴിക്കേണ്ടി വന്നില്ല. കേരള സർക്കാർ ആരോഗ്യരംഗത്ത് വികസിത രാജ്യങ്ങൾക്ക് സമാനമായ നേട്ടങ്ങളാണ് കൈവരിച്ചിരിക്കുന്നത്. കുറഞ്ഞ മരണനിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം, കാസ്പ്, കാരുണ്യ ആരോഗ്യ കിരണം തുടങ്ങി പദ്ധതികളിലൂടെ 8,425 കോടിയിലധികം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കൽ എന്നിവയാണ് പ്രധാന പ്രത്യേകതകൾ. ആധുനികവൽക്കരിച്ച പൊതുജനാരോഗ്യ സംവിധാനങ്ങളും വൺ ഹെൽത്ത്
പദ്ധതിയും രോഗപ്രതിരോധത്തിന് പ്രാധാന്യം നൽകുന്നു. കേരളത്തിലെ സർക്കാർ ആരോഗ്യരംഗത്തെ പ്രധാന കാര്യങ്ങൾ: സൗജന്യ ചികിത്സാ പദ്ധതികൾ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി പ്രതിവർഷം ഒരു കുടുംബത്തിന് 5 ലക്ഷം വരെ സൗജന്യ ചികിത്സ നൽകുന്നു. കാരുണ്യ ബെനവലന്റ് ഫണ്ട്, ആരോഗ്യ കിരണം എന്നിവ വഴി പാവപ്പെട്ടവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നു. ആരോഗ്യ അടിസ്ഥാന സൗകര്യം. ഗ്രാമീണ തലം മുതൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക്, ജില്ലാശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ വരെ ശക്തമായ ശൃംഖല. പ്രതിരോധ പ്രവർത്തനങ്ങൾ. വാക്സിനേഷൻ, അണുബാധ നിയന്ത്രണം, ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ ബോധവൽക്കരണം എന്നിവയിൽ സംസ്ഥാനം മുന്നിലാണ്. ഒറ്റ ആരോഗ്യ പദ്ധതി. മനുഷ്യർ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിവയുടെ ആരോഗ്യത്തെ സംയോജിപ്പിച്ചുകൊണ്ട് രോഗങ്ങൾ തടയുന്നതിനുള്ള സമഗ്രമായ പദ്ധതി. പ്രത്യേക ശ്രദ്ധ. കോവിഡ്, നിപ്പ തുടങ്ങിയ പകർച്ചവ്യാധികളെ കൈകാര്യം ചെയ്യുന്നതിൽ കേരള സർക്കാർ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി. ഡിജിറ്റൽ ഹെൽത്ത്. സഞ്ജീവനി പോലുള്ള സംവിധാനങ്ങൾ വഴി ടെലിമെഡിസിൻ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലും എത്തിക്കുന്നു. വികസനത്തിൻ്റെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളൂ. ഓരോ ജില്ലകളിലെയും ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും വികസനത്തെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ വോട്ടും വളരെ വിലയേറിയതാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും വോട്ട് ആർക്ക് നൽകണം? കൺ തുറന്നുകൊണ്ട് തന്നെ നമുക്ക് പരിശോധിക്കാം നമ്മുടെ നാട്ടിലെ വികസനങ്ങളെയും. നമ്മുടെ വോട്ട് പാഴായി പോകരുത്. വോട്ട് ഉചിതമായവർക്ക് തന്നെ എത്തിച്ചേരണം. എൻ്റെ വോട്ട് LDFന്, എൻ്റെ വോട്ട് വികസനത്തിന്, എൻ്റെ വോട്ട് വികസന കേരളത്തിന്.